ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ സൊല്യൂഷൻസിൻ്റെ പാർട്ട് 3 എന്ന് തോന്നുന്നു ചെയ്തത്. നമുക്കിന്ന് പാർട്ട് 4 ഇനിയൊരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിനുശേഷം നമുക്ക് 2 ദിവസം കൂടി 2 പാർട്ടും കൂടി ഓടിയിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ചാപ്റ്ററിനകം ക്ലോസ് ചെയ്യാം. അത്യാവശ്യം ഒരു 6-7 ക്ലാസ് വേണ്ടി വന്നില്ല. സോറി ലോട്ടെ, ദാറ്റ്സ് ഹൗ വി ലേൺ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് നമ്മളെ NCERT എക്സാമ്പിളറിൽ ഞാൻ കണ്ടുവച്ചൊരു കോൺസെപ്റ്റ് ലോജിക്കൽ പ്രോബ്ലമാണ്. ഇപ്പോൾ വൈ ആർ അക്വാട്ടിക് സ്പീഷീസ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ഇൻ കമ്പാരിസൺ ടു വാം വാട്ടർ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ ഒരു 99% ചിലപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി അതുതന്നെ ആയിരിക്കുമെങ്കിൽ ആ ക്വസ്റ്റ്യന് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ അക്വാട്ടിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്ലാന്റ്സ് ഉണ്ടാവും, മീൻ ഉണ്ടാവും, ഷാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം എന്താ ഈ കോൾഡ് വാട്ടറിലാണ് കൂടുതൽ നിൽക്കാൻ ഇഷ്ടം, ഈ പറഞ്ഞ ചൂടിലെ വെള്ളത്തിനൊക്കെ. അതെന്തുകൊണ്ടായിരിക്കും? അതായത് സോളിബിലിറ്റി ഓഫ് ഓക്സിജൻ ആണല്ലോ നമ്മളെ ഈ പറയുന്ന പ്ലാന്റ്സിനും എന്താ പറയുക സ്പീഷീസിനെല്ലാം ആവശ്യം, ഫിഷ് പോലത്തെ. ഇൻ വാട്ടർ ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. പ്രസൻസ് ഓഫ് മോർ ഓക്സിജൻ അറ്റ് ലോവർ ടെമ്പറേച്ചർ മേക്സ് ദ അക്വാട്ടിക്. അതായത് നമ്മളെ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ഈ പറയുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കുറയും തോറും സോളിബിലിറ്റി കൂടും. ലൈക്ക് നമുക്ക് കൂടുതൽ ഓക്സിജന് നേരം എന്ത് ചെയ്യാൻ പറ്റും, വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഓക്സിജന് തീരെ കിട്ടാതെ എന്താ പറയുക ലങ്സിനടക്കം എന്ന് പറയേണ്ട ഒരു ഏലുകേട് വലാവുന്ന ഒരു എക്സോസ്റ്റ് ടൈപ്പ് എന്ന രീതിയിൽ നിൽക്കുന്നതിനെക്കാട്ടും നല്ലതെന്ന് പറയുന്നത് നല്ല സുലഭമായിട്ട് ഓക്സിജൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിൽക്കാനായിരിക്കും അല്ലേ. അത് നമ്മളായാലും അത് മനുഷ്യന്മാർന്നിരിക്കും നമ്മളായാലും എന്ന് പറയേണ്ടത് ഈ പറഞ്ഞ ആനിമൽസ് ആയാലും അല്ല, മറ്റേ ഈ എന്താ പറയുക വാട്ടറിൻ്റെ അണ്ടർ വാട്ടർ ആനിമൽസെല്ലാം ശ്രമിക്കുക. ആനിമൽസ് എന്ന് പറയുക നമ്മളെ സ്പീഷീസൊക്കെ ശ്രമിക്കുക. നമ്മളിപ്പോൾ എന്താണ് ഒരു റൂമിനുള്ളിൽ ഇട്ടിട്ട് എന്താ പറയുക ഒരു ജനലും തുറന്നിട്ടില്ല, കംപ്ലീറ്റ് റൂം അടിച്ചിട്ടിട്ട് ഫാൻ പോലും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ ഓക്സിജൻ്റെ ഒരു എന്താ പറയുക ഡെഫിഷ്യൻസി വരും. അപ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. അതേ പ്രശ്നം എന്തുണ്ട് ഈ പറയുന്ന അക്വാട്ടിക് സ്പീഷീസിനുണ്ട്. അപ്പോൾ അവർ കോൾഡ് വാട്ടർ ഏടിയാണ് ടെമ്പറേച്ചർ കുറവ് അങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും ഇങ്ങനത്തെ അക്വാട്ടിക് സ്പീഷീസ് ഇങ്ങനത്തെ മീനുകളെ കൂടുതലായിട്ട് കാണപ്പെടും. അല്ലാണ്ട് വാം വാട്ടറിൽ നോക്കുന്ന സമയത്ത് തീരെ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ എന്താ പ്രസൻസ് ഓഫ് മോർ ഓക്സിജൻ അറ്റ് ലോവർ ടെമ്പറേച്ചർ മേക്സ് ദ അക്വാട്ടിക് സ്പീഷീസ് മോർ കംഫർട്ടബിൾ അറ്റ് കോൾഡ് വാട്ടർ. അപ്പോൾ അതായിരിക്കും ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഈ പറഞ്ഞ ഹൗ ഡസ് സ്പ്രിംഗ്ലിംഗ് ഓഫ് സാൾട്ട് ഹെൽപ്പ് ഇൻ ക്ലിയറിംഗ് ദ സ്നോ കവേർഡ്. അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഹില്ലി ഏരിയാസ് ഉണ്ടാവും, ഈ മലകൾ പോലത്തെ പ്രദേശങ്ങൾ. അപ്പോൾ അതിൻ്റെ റോട്ടിലുള്ള എന്തുണ്ട് ഈ പറയുന്ന സ്നോ മൊത്തം എന്താ പറയുക റോഡ് മൊത്തം മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന അവിടുത്തെ ലോക്കൽ അതോറിറ്റീസ് എല്ലാം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വേതറും. എന്ത് ചെയ്യും, നമ്മൾ NaCl കോമൺ സാൾട്ട് എടുത്തിട്ട് ഇങ്ങനെ വേതറും. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന സ്നോ മൊത്തം ക്ലിയർ ആവും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ ഫിനോമിന ഇൻവോൾവ് ഇൻ ദ പ്രോസസ്. ആക്ച്വലി ഇവിടെ എന്താ നടക്കുന്നത്, നമ്മൾ ഈ സാൾട്ട് ഇടുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് മെൽട്ടായിട്ട് നമുക്ക് ആ റോഡ് ഇങ്ങനെ ക്ലിയർ ആയി തരും. നമുക്ക് നോക്കാം. വെൻ സാൾട്ട് ഇസ് സ്പ്രെഡ് ഓവർ സ്നോ കവേർഡ് റോഡ്സ് സ്നോ സ്റ്റാർട്ട്സ് മെൽറ്റിംഗ് ഫ്രം ദ സർഫേസ് ബിക്കോസ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ഡ്യൂ ടു അഡീഷൻ ഓഫ് സാൾട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് സബ്സ്റ്റൻസിലേക്ക് നോൺ വോളറ്റൈൽസ് ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കുറയും, ആ പറയുന്ന ഇതിൻ്റെ നമ്മൾ എന്തിലേക്കാണ് ആഡ് ചെയ്തത് ആ പറയുന്ന സബ്സ്റ്റൻസിൻ്റെ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്, അതായത് ഇതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്തെങ്കിലും കുറഞ്ഞു പോകും. അപ്പോൾ 0 ഡിഗ്രിയിൽ എന്താണ് ഐസായി പോകുന്ന സ്നോ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ ഒരു -2 ഡിഗ്രിയിലെല്ലായിരിക്കും ഇതാവുന്നുണ്ട്. അപ്പോൾ എന്താ -2 ഡിഗ്രി നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ആകെ 0 ഡിഗ്രി അല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കണ്ടീഷനിൽ നോക്കുമ്പോൾ 0 ഡിഗ്രി മാത്രമല്ല, അപ്പോൾ എന്ത് ഈ പറയുന്ന ഐസ് പെട്ടെന്ന് മെൽട്ടാകാൻ വേണ്ടി തുടങ്ങും. ആ ഡിഫറൻസ് കാരണം ഇപ്പോൾ എന്താ 0 ഡിഗ്രിയിൽ സ്നോ ഐസ് ആയിരുന്ന സാധനം ഇപ്പോൾ -2 ഡിഗ്രിയിൽ എത്തുമ്പോൾ മാത്രമേ എന്താവുന്നില്ലോ ഐസ് ആവുന്നില്ലോ. പക്ഷെ നമ്മളെ കണ്ടീഷൻ എത്രയാണ് 0 ഡിഗ്രി. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇവിടെ ചൂടായിപ്പോയി ഐ മീൻ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ആകെ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ്. പക്ഷേ ആ 2 ഡിഗ്രീൻ്റെ ഡിഫറൻസ് കാരണം എന്താ ദാറ്റ് പ്ലേസസ് ബിക്കം നൗ വാം, അല്ലെ കുറച്ചും കൂടി ഹീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഈ പറയാൻ നമ്മൾ ഐസെല്ലാം എന്താ ഇപ്പോൾ മെൽട്ടായി ഉരുക്കിയിട്ട് നമ്മളെ വഴി നല്ല ക്ലിയർ ആയിട്ട് എന്ന് പറയാം. നമുക്ക് നമ്മളെ ഫെറാറിയോ ബുഗാട്ടിയോ എന്താ വെച്ചാൽ എടുത്തിട്ട് എന്നാലും ഇങ്ങനെ പാർക്കാം റോഡിലോട്ടാണ്. അതാണ് ഈ പറയുന്ന നമ്മളെന്താ ഈ സ്നോയി ഏരിയസ് കുറേ എന്താ പറയുക നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒന്നും പ്രതിവസമൊന്നും കാണാൻ പറ്റുമെന്നില്ല. പക്ഷേ വേറെ രാജ്യങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡും ഫിൻലാൻഡിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന അതായത് സ്നോ കവേർഡ് റോഡ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻസിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഈ പറയുന്ന അതായത് ഡിപ്രഷൻ ഫ്രീസിങ് പോയി എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇങ്ങനത്തെ എല്ലാം നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണും. അപ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ മനസ്സിലാക്കുക. കെമിസ്ട്രി എന്ന് പറയുന്നത് വെറുതെ എന്ന് പറയേണ്ടത് കുറേ തിയറി വായിക്കാനും കുറേ ഇക്വേഷൻ പഠിക്കാനല്ല. നമ്മൾ എങ്ങനെ ഈ പറയുന്ന കോൺസെപ്റ്റ് റിയൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ എന്താണ് നമ്മൾ കെമിസ്ട്രി മനസ്സിലാക്കി ഓക്കെ. അപ്പോൾ നമ്മളെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്, ഇങ്ങനെ റോഡ് മൊത്തം എന്താണ് നമുക്ക് വണ്ടി എന്തായാലും മുന്നോട്ടേക്ക് പോകണം. കാരണം എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടോ, എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടോ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എത്താണ്ടിരിക്കാൻ പറ്റൂല. അപ്പോൾ എന്താ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കെമിസ്ട്രി അപ്ലൈ ചെയ്യുക.
എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന നമ്മൾ പഠിച്ച കെമിസ്ട്രി വെച്ചിട്ട് ആ പറയുന്ന സാൾട്ടിനെ റിമൂവ് ചെയ്യാൻ പറ്റുക, ആ കോൺസെപ്റ്റോടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ വി നീഡ് ടു അപ്ലൈ ദിസ് തിങ് ഇൻ റിയൽ ലൈഫ്. അന്നേരം മാത്രമേ നമ്മൾ പഠിച്ച ഒരു അറിവിനെ കൊണ്ട് ഗുണമില്ല. അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്ന് പറയേണ്ടത് പഠിച്ചതിനെ കൊണ്ട് ഗുണമുണ്ടല്ലോ, അത് കുറച്ച് കാലം കഴിഞ്ഞാൽ മറന്നു. റിയൽ ലൈഫിൽ അതിൽ കണക്ട് ചെയ്യുക. നമുക്ക് ഏടിയല്ലേ നമ്മൾ ഈ പഠിക്കുന്ന കോൺസെപ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ രണ്ടൊരു ആപ്ലിക്കേഷനാണ് ഈ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇറ്റ് ഹെൽപ്സ് ഇൻ ക്ലിയറിംഗ് ദ റോഡ്. അപ്പോൾ വെൻ സാൾട്ട് ഇസ് സ്പ്രെഡ് ഓവർ സ്നോ കവേർഡ് in the road, now road starts melting, അല്ല snow starts melting from the surface because depression of freezing point of the water take place. ഡിപ്രഷൻ സംഭവിച്ച് കുറഞ്ഞു പോയി ഫ്രീസിങ് പോയിന്റ് ഡ്യൂ ടു അഡീഷൻ ഓഫ് എ നോൺ വോളറ്റൈൽ എന്താണ് സൊല്യൂട്ട് ദാറ്റ് ഇസ് സാൾട്ട്. അപ്പോൾ ഇതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താണ് മര്യാദ പഠിക്കുക. ഇത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതാൻ ബാധ്യസ്ഥരല്ല എന്നൊന്നും അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ ഇതൊക്കെയാണ് റിയലായിട്ട് ആക്ച്വലി നമ്മളെ എന്താ പറയുന്നത്, നമ്മൾ പഠിച്ച സാധനം തന്നെ എന്നൊരു എക്സാമിന് വരുന്നതിലല്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച സാധനം വെച്ചിട്ട് റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് എക്സാം കുറച്ചും കൂടി സ്റ്റാൻഡേർഡായി എന്ന് പറയാൻ പറ്റുക. അപ്പോഴേ നമ്മളൊരു അറിവ്, നമ്മൾ പഠിച്ചൊരു അറിവിനെ കൊണ്ട് ഗുണമില്ല. നമ്മൾ ഈ പഠിക്കുന്ന എല്ലാം വെറുതെ ഡസ്റ്റിനിടെ വെക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓഫ് നോ യൂസ്. എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം നമുക്കിത് ഡേ ടു ഡേ ലൈഫിൽ ഈ കെമിസ്ട്രീനെ കൊണ്ട് നമ്മൾ ആവശ്യമുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കുറേ പ്രോസസ്സസും നമ്മളെ നേച്ചറിൽ എടുക്കുന്ന കുറേ കാര്യങ്ങൾ ഈ കെമിസ്ട്രിയായിട്ട് റിലേറ്റഡ്, കുറേ കെമിസ്ട്രീൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കുക.